സത്യമായിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടിങ്ങിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ എല്ലാം വളരെ സീരിയസ് ആയിട്ട് ഒരു മൂടാണ് അവിടെ എല്ലാം പടം കണ്ടത്. അങ്ങനെ ഒരു മൂടാണ് അത്. നമ്മളും വളരെ നാളുകൾക്ക് ശേഷം വന്നുകൊണ്ട് അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വന്നപ്പോൾ എന്തൊരു മാറ്റമാണ് തോന്നിയത്? എനിക്കങ്ങനെ മാറ്റമൊന്നും തോന്നിയില്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ വേറെ ക്യാമറയുടെ സൈഡുകളൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ എൻ്റെ പെർഫോമൻസ് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു മാറ്റവും എനിക്ക് തോന്നിയില്ല. കാര്യം ബാക്കിയുള്ള സെക്ഷനൊക്കെ ശ്രദ്ധിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് ആ സ്ഥലത്ത് മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് വേറെ മാറ്റങ്ങളൊന്നും എനിക്കങ്ങനെ തോന്നിയില്ല. കുറച്ചുകൂടി ഈസി ആയിട്ടാണ് തോന്നിയത്. പിന്നെ സീൻസൊക്കെ ആണെങ്കിലും ഒരു സീൻ ഫുള്ളായിട്ട് അങ്ങ് എടുത്തത്. അപ്പോൾ കുറച്ചുകൂടി ടൈമൊക്കെ നമുക്ക് കൂടുതൽ ഇത് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി നന്നായി അങ്ങനെ മൂവ് ചെയ്ത പോലെ തോന്നി. സന്തോഷമുണ്ട്. വളരെ മക്കളോട് അഭിനയിച്ചുകൊണ്ടാണ് സന്തോഷം. ആദ്യമായിട്ടാണ് മറ്റ് 40-45 വർഷമായിട്ട് പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. സിനിമയിലേക്കൊന്നും ആരും വിളിച്ചാൽ സുഹൃത്തുക്കളൊക്കെ സിനിമയിലുള്ള ആളുകളാണ്. രഹന വരുന്നത് തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ക്യാമറമാനുണ്ട്. പുള്ളിയാണ് ലേലം സിനിമയിൽ രഹന കൊണ്ട് എൻ്റെ സുഹൃത്തുക്കളാണ്. പക്ഷെ ഞാൻ പോകാറില്ല. എനിക്ക് സിനിമയുടെ അവിടെ ചെന്നിട്ട് എനിക്ക് റോള് ചോദിക്കാതൊക്കെ നാണം ഇതുപോലെ എനിക്ക് തോന്നിയിട്ട് ഞാൻ പോകാറില്ല. ഇപ്പോഴും നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നു. നാടകം കളിച്ചുകൊണ്ട് തന്നെയാണ്. അത് കേട്ടോടുകൂടി ഭയങ്കര ഞാൻ വിഷമിച്ചു വന്നിരുന്നു എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത്. എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എല്ലാവരും ഇപ്പൊ ചെറുമക്കളൊക്കെ കുടിച്ച് നല്ല രീതിയിൽ തന്നെ അവർ വരണമെന്നുള്ള ഇതിലൊരു സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് ഇതൊന്നും ഇല്ലാതെ ജീവിതം മുന്നോട്ടും പോകില്ലല്ലോ. അങ്ങനെ പിന്നെ കുറെ കാലവത്തി രഹന വന്നതാണ്. രഹന വന്നതിൽ വളരെ സന്തോഷം. കുറെ കാലമായി കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി തന്നെ നിർത്തി. എനിക്ക് പറ്റില്ല. എന്തായാലും നല്ലൊരു വിജയമായി തീരട്ടെ. സിനിമ റിലീസാകുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടട്ടെ, പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. സന്തോഷം. റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു അഭിനയമാണ് എല്ലാവരുടെയും. നമുക്കത് അതെ 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 ആ ഭാഗത്തുള്ള ആളുകളൊക്കെ വളരെ അവിടെയുള്ള ആർട്ടിസ്റ്റിനൊക്കെ തന്നെയാണ് തോന്നുന്നത്. കാരണം ഫ്ലവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പെരുമാൾ സ്ലാങ് പറയണം നന്നായിട്ട് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമേനേക്കാൾ കൂടി ശരിക്കും നമ്മൾ നാട്ടിലുള്ള ചില വ്യക്തികൾ ശരിക്കും ഇങ്ങനെ കാണുന്ന പോലെ തോന്നും. സിനിമ സ്കെയിലല്ല, തീർച്ചയായിട്ടും സർവ്വസമ്മതമായിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ബ്രാവുംകുട്ടി ഷാപ്പാണ് ലാസ്റ്റ് റിലീസായത്. ഇനി വരാനുള്ള പടങ്ങൾ ഏതൊക്കെ? പാല് എന്ന് പറഞ്ഞ സിനിമയാണ്. പിന്നെ അടുത്തൊക്കെ വരുന്നേ ഉള്ളൂ.